Hello friends, welcome to the channel. 𝙑𝙤𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. IndusInd ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. IndusInd ബാങ്ക് ഒരു 3-4 ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. അതും നമുക്ക് ഫ്രീ കാർഡുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ് ബാങ്കിന്റെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും കാര്യങ്ങളൊക്കെ ആഡുകൾ കണ്ടായിരിക്കും. ഇപ്പോൾ 15% വരെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ അത് ഓൾമോസ്റ്റ് ടൈം എല്ലാ ടൈമിലും ഇതിന് ഓഫർ വരാനുണ്ട്. IndusInd ബാങ്കിന്റെ കാർഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ സ്വിഗ്ഗിയിലായാലും അങ്ങനെ കുറേ നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ സ്ഥലത്തുകൾ ഈ ഓഫറുകൾ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബ്രാൻഡാണ് IndusInd ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് എത്ര ക്രെഡിറ്റ് കാർഡ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിവാർഡ് കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ ഫീസ് ഉണ്ടോ, ഫ്രീ ആണോ, ഏതൊക്കെ കാർഡ് ഫ്രീ ആണോ എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഒരു സൈറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം, എങ്ങനെ എടുക്കാം, എങ്ങനെ ഈസി ആയിട്ട് കിട്ടാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. ഞാൻ ആക്ച്വലി IndusInd ബാങ്കിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് പ്രീ അപ്ലോഡ് ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിൽ 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, 2-3 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഇനി വേറെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രീ അപ്ലോഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് വലിയ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് പ്രീ അപ്ലോഡ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ബാങ്ക് നമ്മുടെ എന്താ പറയുക ക്രെഡിറ്റ് സ്കോറും അതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവരുടെ എന്താ പറയുക അൽഗോരിതം ബേസ്ഡ് ജനറേഷൻ ചെയ്യുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ജനറേഷൻ ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ പ്രീ അപ്ലോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാനുള്ള കാരണം. പക്ഷേ ചിലപ്പോൾ ചില പ്രീ അപ്ലോഡ് കാർഡുകൾക്ക് നമുക്ക് ഇൻകം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ IndusInd ബാങ്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കാരണം. പിന്നെ അവരെനിക്ക് പ്രീ അപ്ലോഡ് ഒരു ലോൺ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വന്നു തുടങ്ങിയിട്ട് ഞാൻ ആക്ച്വലി കോളൊന്നും എടുക്കാറില്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ IndusInd ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മുടെ സൈറ്റായി കാണണം കേട്ടോ. അപ്പോൾ ഗെറ്റ് ഹയർ ലിമിറ്റ്, ഗെറ്റ് ഇൻസ്റ്റൻറ്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ പരസ്യമായിട്ട് അവിടെ വരുന്നുണ്ട്. അവരിൽ ഹൗ ടു അപ്ലൈ ഫോർ IndusEC ക്രെഡിറ്റ് കാർഡ് എന്നിട്ട് ഒരു കാർഡിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഇൻപുട്ട് യുവർ ഡീറ്റെയിൽസ്, ബെസ്റ്റ് ഓഫേഴ്സ് ഫോർ യു. അത് അപ്പോൾ തന്നെ അവർ നമ്മുടെ ഫെച്ച് ചെയ്തിട്ട് നമുക്ക് പറ്റിയ കാർഡ് ഏതാണെന്ന് കാണിക്കുന്നതാണ് പറയുന്നത്, ബെസ്റ്റ് ഓഫേഴ്സ് ഫോർ യു എന്ന് പറയുന്നത്. പിന്നെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് VKYC ആൻഡ് സൈൻ ഇൻ ദ ആപ്ലിക്കേഷൻ ഡിജിറ്റലി ടു ഗെറ്റ് യുവർ കാർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്ലൈ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് കാർഡാണ്. അതാണ് നോർമലി നമുക്ക് പ്രീ അപ്ഡേറ്റ് വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് ലെജൻഡ് ക്രെഡിറ്റ് കാർഡ് എന്നൊരു കാർഡുണ്ട്. അതിന് നമുക്ക് 1 റിവാർഡ് പോയിൻറ്റ് ഫോർ എവറി 100 rupees. അത് നോർമലി പോലെയാണ് 2 റിവാർഡ് പോയിൻറ്റ്സ് ഫോർ എവറി 100 rupees സ്പെൻഡ് ഓൺ വീക്കെൻഡാണ്. അതുപോലെ എക്സ്ക്ലൂസീവ് ബോണസ് എന്ന് പറയുന്നത് 4000 ബോണസ് റിവാർഡ് പോയിൻറ്റ് ഓൺ സ്പെൻഡിങ് 6 lakh ആണ്. അത് കുറച്ച് കൂടുതലാണ് 6 lakh എന്ന് പറഞ്ഞാൽ. എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് ഡിസ്കൗണ്ടഡ് ഫോറിൻ കറൻസി മാർക്ക്. അപ്പോൾ 1.85% ആണ് ഫോറിൻ കറൻസി കേട്ടോ. പിന്നെ നമുക്ക് ഫ്യൂവൽ സർചാർജ് വൈവർ ഉണ്ട്, അത് എല്ലാത്തിലുണ്ട്. കോംപ്രഹെൻസീവ് ഗോൾഡ് പ്രോഗ്രാമും ഉണ്ട്. നമുക്ക് എന്തായാലും ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. പിന്നെ പ്ലാറ്റിനം വിസ ക്രെഡിറ്റ് കാർഡാണ് എനിക്ക് പ്രീ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മച്ചനായിട്ടും ഭേദമാണ്. വെച്ചാൽ 1.5 റിവാർഡ് പോയിന്റ് കിട്ടും നമുക്ക് 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഓഫേഴ്സും കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇവർക്ക് ഈ പ്ലാറ്റിനം വിസ കാർഡിന് നമുക്ക് സ്വിഗ്ഗിയിലും അതുപോലെ ബുക്ക് മൈ ഷോയിലും എല്ലാത്തിലും റെഗുലറായിട്ട് ഓഫേഴ്സ് വരുന്ന ഒരു കാർഡാണ് കേട്ടോ. അതുപോലെ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് നമുക്ക് ഈ കാർഡിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവർ വേറെ അടുത്ത കാർഡാണ് പ്ലാറ്റിനം ഓറ എഡ്ജ് വിസ കാർഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് ഹൈ കാർഡാണ്, നമുക്കിതിന് ഫ്രീ കാർഡല്ല. ഇത് നമുക്ക് യൂണിക് കോൺട്രാക്ട് ഫീച്ചേഴ്സ് NFC വരുന്നുണ്ട്. അതുപോലെ ഫ്ലെക്സിബിൾ ടു ചൂസ് റിവാർഡ് പോയിന്റ് പ്ലാൻസ് ടു സ്യൂട്ട് യുവർ ലൈഫ് സ്റ്റൈൽ, ഏൺ അപ് ടു 4x റിവാർഡ് പോയിന്റ് ഓൺ സെലക്റ്റഡ് മർച്ചൻ്റ് കാറ്റഗറി, ഫ്യൂവൽ ചാർജ് എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഐക്കോണിയ എന്ന് പറഞ്ഞിട്ട് IndusInd ബാങ്കിൻ്റെ ഒരു കാർഡുണ്ട്. അത് ബെസ്റ്റ് ഇൻ ക്ലാസ് റിവാർഡ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ്. അതുപോലെ ഏൺ അപ് ടു 1 റിവാർഡ് പോയിന്റ് ഫോർ എവറി, അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ഐക്കോണിയ നോക്കാം. അപ്പോൾ ഐക്കോണിയ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു വലിയ ഡീറ്റെയിൽസ് ആയിട്ടും കൊടുത്തിട്ടുള്ള റിഡപ്ഷൻ ഓഫ് റിവാർഡ്സ്. അത് എല്ലാത്തിനും പ്രൈസ് കിട്ടും. നമുക്ക് എല്ലാത്തിനും നമുക്ക് റിഡപ്ഷൻ ചെയ്യണമെങ്കിൽ പോയിൻറ്റ്സിന് റിഡപ്ഷൻ ചെയ്യണമെങ്കിൽ പ്രൈസ് എക്സ്ട്രാ വരും. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഓഫേഴ്സ് ഉണ്ട്, മൂവി ഓഫേഴ്സ് അപ് ടു $200 വരെ നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്ലാറ്റ്ഫോം ബെനിഫിറ്റ്സുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇവർ. ടോട്ടൽ എമൗണ്ട് ഡ്യൂ അത് നമുക്ക് ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് ആണ്, അതെല്ലാത്തിലും വരുന്നതാണ് ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ്. എന്ന് വെച്ചാൽ അപ് ടു 100 rupees ആണെങ്കിൽ നില്ലാണ്, 100 to 500 ആണെങ്കിൽ 100 rupees ചാർജ് വരും, 500 to 1000 ആണെങ്കിൽ 350 വരും, 1000 to 10,000 ആണെങ്കിൽ 550 വരും, എബൌട്ട് 10,000 ആണെങ്കിൽ 700 വരും കേട്ടോ. അത് നമുക്ക് എല്ലാത്തിലും വരുന്നൊരു പേയ്മെൻറ്റ് ലേറ്റ് ഫീ ചാർജ് തന്നെയാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയായിരിക്കും.
ഇതെല്ലാം നമുക്ക് ഫ്രീ കാർഡായിട്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വരുന്നത് ഏത് ടൈപ്പാണെന്ന് നോക്കിയിട്ടാണ് അവർ ഫ്രീ കാർഡാണോ ആനുവൽ പേയ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് വന്നേക്കുന്ന പ്രീ അപ്രൂവ്ഡ് മെസ്സേജ് എനിക്ക് അവരുടെ ഒരു എന്താ പറയുക ലോണിൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി എനിക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല. പക്ഷെ അവർ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഡീറ്റെയിൽസ് ആക്ച്വലി വരുന്നുണ്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഗെറ്റ് എ പ്രീ അപ്രൂവ്ഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്തോ കംഫർട്ടബിൾ അറിയാം. നോ ജോയിനിങ് ഒരു ആനുവൽ ഫീസാണ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്, നമ്മളിപ്പോൾ ചെയ്യാറില്ല, കോൾസും അങ്ങനെ എടുക്കാറില്ല. ഇനി നമുക്ക് പ്രീ അപ്രൂവ്ഡ് ഓഫർ വന്നിട്ട് ₹75,000 ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ വന്നിട്ടുണ്ട് ഫ്യൂവേഴ്സ് ആയിട്ട്, അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നേക്കുന്നത് കൊണ്ട് അത് റിസീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആമസോൺ വൗച്ചർ ഫോർ ₹100 അവേറ്റ്സ് ഗെറ്റ് പ്രീ അപ്രൂവ്ഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട്. നോ ഡോക്യുമെൻറ്റ് റിക്വയർമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് പ്രീ അപ്രൂവ്ഡ് ആണെങ്കിൽ ഇത് മോസ്റ്റ്ലി ഡോക്യുമെൻറ്റ്സ് ആവശ്യമൊന്നും വരില്ല. പക്ഷേ ഞാൻ ഓൾറെഡി വേറെ കാർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അത്യാവശ്യം നല്ല ഓഫേഴ്സുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് നോക്കാൻ ഇപ്പോൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ട്രൈ ചെയ്താൽ നോക്കുന്നൊരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്. നല്ല ഓഫേഴ്സും സ്ഥിരമായിട്ട് ഓഫേഴ്സ് വരുന്ന അപ്ഡേറ്റും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്പിലെല്ലാം അപ്ഡേറ്റും അതുപോലെ ഓഫേഴ്സൊക്കെ വരുന്നൊരു കാർഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്ലിപ്പ്കാർട്ടിലായാലും ആമസോണിലായാലും സ്വിഗ്ഗിയിലായാലും അങ്ങനെ എല്ലാത്തിലും ഓൾമോസ്റ്റ് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പിലൊക്കെ ഓഫേഴ്സ് വരുന്നതാണ്. ഫ്ലിപ്പ്കാർട്ടിലാണ് സ്ഥിരം പറയേണ്ടത്. സ്ഥിരം ഫ്ലിപ്പ്കാർട്ടിലും ഓഫേഴ്സ് ഉണ്ട്. നമ്മുടെ ആമക്സ് കാർഡിനും അതുപോലെ ഇൻഡസ്ഇൻഡ് കാർഡിനും സ്ഥിരമായിട്ട് ഓഫേഴ്സ് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇപ്പോൾ ഒരു 4 ടൈപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇത് 4 ടൈപ്പ് നമുക്ക് ഫ്രീ കാർഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ കയറി തന്നെ, ഞാൻ വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൈറ്റിൽ കയറി തന്നെ ഡീറ്റെയിൽസ് കൊടുത്ത് തന്നെ അവർ തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് കാർഡ് സെലക്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നമുക്ക് കാർഡ് എടുക്കാം. ഏത് കാർഡായാലും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓഫേഴ്സും അതുപോലെ റിവാർഡ് സിസ്റ്റത്തിനൊക്കെ ചെറിയൊരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ മോസ്റ്റ്ലി എല്ലാം സെയിം തന്നെയായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ട കാർഡിനൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് പറയാനൊന്നുമില്ല. പിന്നെ ഫ്രീ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. അവരിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് ഫ്രീ കാർഡ് തന്നെയാണ്. ചിലപ്പോൾ പക്ഷേ ചാർജസ് വരാനും സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയെടുക്കുക. നിങ്ങളെന്തായാലും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓൾറെഡി കാണിക്കും ഫ്രീ കാർഡാണോ, നിങ്ങൾക്ക് കാർഡ് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടോ, എല്ലാം അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് വരും. എന്നിട്ട് അവർ നമ്മുടെ KYC കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചോദിക്കുള്ളൂ. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങളുടെ പിൻകോഡ് സർവീസബിൾ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് ഈ കാർഡ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വേറെ ഇഷ്യൂ ഉണ്ട്. അതെല്ലാം മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡിനും ബാങ്കുകൾക്കും ഇപ്പോൾ ഒരു ഇഷ്യൂ ആണ്. കുറേ സ്ഥലത്ത് കയറി അത് കാരണം അങ്ങനെ കിട്ടാത്തവർ കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ നമ്മുടെ വെബ് അഡ്രസ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.